Hi everyone, welcome to a new episode of the Fashion Diaries where we bring untold fashion stories into light. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് വടക്കൻ കേരളത്തിലെ തെയ്യം പാരമ്പര്യത്തെ ചെറുപ്പം മുതലേ നെഞ്ചിലേറ്റിയ ഒരു അതുല്യ പ്രതിഭയാണ്. 6 വയസ്സ് മുതൽ തെയ്യക്കോല അണിഞ്ഞ് ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഫാഷൻ ഫീൽഡിൽ മികച്ച ഫോട്ടോഗ്രാഫറായും വീഡിയോഗ്രാഫറായും പ്രവർത്തിച്ചു വരുന്ന അശ്വന്താണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം അശ്വന്ത് ടു ദ ഷോ. വെൽക്കം അശ്വന്ത്. സോ അശ്വന്ത് ഒരു തെയ്യം കലാകാരനാണ്, ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ സജീവമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അല്ലേ? അതവിടെ ഇരിക്കട്ടെ, നമുക്ക് വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. സോ തെയ്യം എന്ന കലാരൂപത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ തെയ്യത്തിലുള്ള ഇപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 6 വയസ്സ് മുതൽ അശ്വന്ത് തെയ്യം കെട്ടാൻ തുടങ്ങിയതാണ്. സോ ഒരു ഫസ്റ്റ് മെമ്മറി ഒന്ന് ചോദിക്കുവാണെങ്കിൽ അശ്വന്തിന് എന്തായിരിക്കും ഓർമ്മ ഉണ്ടാവുക? ചെറുപ്പം മുതലേ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു മെമ്മറി? തെയ്യത്തിൽ ഇപ്പം മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പിന്നെ പണ്ടത്തെ മെമ്മറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ വീട്ടുകളിൽ പോകുന്ന ആടിവേടം എന്ന് പറഞ്ഞൊരു തെയ്യം, അത് കെട്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക തെയ്യം. അപ്പോൾ ആ സമയത്ത് ചെറിയ കുട്ടിയുടെ സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് ഓരോ വീട്ടിൽ കൊണ്ടുപോകുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. പിന്നെ കുറേ മെമ്മറീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണോ 6 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞപ്പോൾ? അങ്ങനെയാണ് കർക്കിടകത്തിൽ കിട്ടുന്ന ആടിവേടൻ. ഓക്കെ. അപ്പോൾ ആടിവേടൻ കെട്ടിത്തുടങ്ങിയത് ഇപ്പോൾ കതിവന്നൂർ വീരൻ വരെ വന്ന് നിൽക്കുകയാണ് ആ ഒരു ജേണി അല്ലേ? ആടിവേടൻ അല്ലാതെ വേറെ എന്തൊക്കെ തെയ്യക്കോലങ്ങൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കെട്ടിയിട്ടുള്ളത്? ഈ കതിനൂർ വീരൻ്റെ തന്നെ ഈ തടങ്ങൽ തോറ്റം എന്ന് പറഞ്ഞിട്ട് ആദ്യ ദിവസം ഉണ്ടാവും ചെറിയ രൂപത്തിൽ, കുറച്ച് പയറ്റാഭ്യാസങ്ങളൊക്കെ ആയിട്ട് അത് കെട്ടിയിട്ടുണ്ട്. പിന്നെ വീരൻ തെയ്യം, കുടിവീരൻ, അങ്ങനെ ഒരു ഉപദേവതമാർ, മെയിനായിട്ടുള്ള ദൈവങ്ങളല്ലാണ്ട് ആ ക്ഷേത്രത്തിലുള്ള ബാക്കി ദേവതമാർ കോലങ്ങൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാമിലി എല്ലാവരും തെയ്യം ആർട്ടിസ്റ്റുകളാണല്ലോ, തെയ്യം കലാകാരന്മാരാണ്. അപ്പോൾ ഇങ്ങനെ ചെറുപ്പം മുതലേ എക്സ്പോഷർ കിട്ടി, തെയ്യം കണ്ടും, അപ്പോൾ ചെറുപ്പം മുതലേ കേട്ടതും അത് കേട്ട് വളർന്നതും ഒക്കെ, കണ്ടു വളർന്നതൊക്കെ തെയ്യം ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും. സോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെയ്യം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അതിന്ന് ഒരു ഫോട്ടോഗ്രാഫി ഇല്ലെങ്കിൽ ഈ ഒരു ഫാഷൻ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന എങ്ങനെ അതിനുള്ളൊരു പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി തുടങ്ങിയത് കൊറോണ ടൈമിലാണ്. അപ്പോൾ അങ്ങനെ ഫോട്ടോഗ്രാഫി തുടങ്ങി, പിന്നെ മോഡലിങ്സിൻ്റെ ഫോട്ടോ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് DFF ആയിട്ട് കണക്ട് ആയത്. അതിനിടയിൽ ഫാഷൻ ഡിസൈനിങ് ആയിട്ടും വിഷ്വൽ മർച്ചൻഡൈസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 1 ഇയർ 2 ഇയർ ബാക്കാണ് ഈ DFF ആയിട്ട് കണക്ട് ആയത്. അങ്ങനെയാണ് ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്ക് കൂടുതൽ ആയത്. പിന്നെ അധികം അതിൽ എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ തെയ്യത്തിൻ്റെ തിരക്കിന് 6 മാസം അങ്ങോട്ടേക്ക് പോകും, ബാക്കിയുള്ള 6 മാസം എല്ലാ വർക്കുകളൊക്കെ എടുത്തിട്ട്. അപ്പോൾ 6 മാസം തെയ്യത്തിൽ ഫോക്കസ് ചെയ്ത് 6 മാസം ഫാഷൻ ഫീൽഡിൽ ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കലയും ഒന്ന് മോഡേൺ ആയിട്ടുള്ളൊരു കലയുമാണ്, റൈറ്റ്? സോ ഈ 2 കലയും ഹാൻഡിൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അശ്വന്ത് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ 6 മാസം സീസൺ ടൈമിലൊന്നും വിളിച്ചു കഴിഞ്ഞാലും ഈ ഫാഷൻ റിലേറ്റഡ് ആയ കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാറില്ല. എന്നാലായിരിക്കും സീസൺ ടൈം രണ്ടിൻ്റെ ഫാഷൻ്റെതായാലും ആ ഒരു ടൈമാണ്. അപ്പോൾ പോകാൻ പറ്റില്ല, എന്നുവെച്ചാൽ ടയേർഡായിരിക്കും. പിന്നെ നമ്മളെ ഈ രൂപത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ഐബ്രോസ് കളയും, ഈ സൈഡൊക്കെ മുടിയൊക്കെ വെട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ പിന്നെ പോകാൻ നിൽക്കാറില്ല. അതന്നെ ഏറ്റവും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ പ്രയോറിറ്റി എപ്പോഴും ഇത് ട്രഡീഷൻ നമ്മുടെ തെയ്യത്തിന് തന്നെയാണ് കൊടുക്കാറ്? ഞാൻ ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. പക്ഷെ തെയ്യം പാഷനും ആണ്, ഇഷ്ടമാണ് കെട്ടാൻ, അതുപോലെ ഇമ്പോർട്ടൻറ്റുമാണ്. എന്താ വെച്ചാൽ അത് നമ്മളെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് അത് ഇന്നും ചെയ്തു പോകുന്നു.
അശ്വന്തിന്റെ ഫാമിലിയിൽ എല്ലാവരും തെയ്യം തന്നെ ബേസ് ചെയ്ത് പോകുന്നവരാണോ, അല്ല പുറത്ത് വേറെ ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, ജോലി ചെയ്യുന്ന ആൾക്കും ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, എൻ്റെ അറിവിൽ ആരും ഇല്ല. ഓക്കെ. പക്ഷെ എന്നാലും ഈ തെയ്യത്തിന്റെ ഇതും ബാക്കി ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്, ടീച്ചേഴ്സ്, പോലീസ്, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. ഫാഷൻ ഇൻഡസ്ട്രിയിൽ അശ്വന്ത് മാത്രമേ ഉള്ളൂ? എൻ്റെ അറിവിൽ ഞാനേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയാ അതിനുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ഫോട്ടോഗ്രാഫിയിൽ എനിക്കൊരു സ്കില്ലുണ്ട്. ഓക്കെ, എനിക്കതൊരു പ്രൊഫഷനായിട്ട് എൻ്റെ പാഷനാണ്, അത് ഒരു പ്രൊഫഷനും കൂടി ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആ ഒരു മോട്ടിവേഷൻ എവിടെ നിന്നാണ് കിട്ടിയേ? സത്യം പറഞ്ഞാൽ ഈ സൂപ്പർ ജൂനിയറിന്റെ കണ്ണൂർ DFFന്റെ ഓഡീഷൻ സമയത്താണ് മനുച്ചേട്ടനെ പരിചയപ്പെടുന്നത്. അങ്ങനെ മനുച്ചേട്ടന്റെ ആ ഒരു ടീമിലേക്ക് കയറി. പിന്നെ ഡാലു കൃഷ്ണദാസ് ഓറോ കൂടെ കുറെ ഷോസിനൊക്കെ പോയി ഷൂട്ടൊക്കെ എടുത്ത് അങ്ങനെയാണ് കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻവോൾവ് ആയത്. ഇപ്പം അത് തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്കിപ്പം ഈ DFFന്റെ ഭാഗമായിട്ടുള്ള ആ പരിപാടിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമല്ലോ, എന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള തുടക്കം, അതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിനെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്? അപ്പോൾ ക്യാമറ ഒക്കെ വാങ്ങിയായിരുന്നു. എന്നിട്ട് റെന്റിനെടുത്തിട്ടും ഫ്രണ്ട്സിനൊക്കെ കൂടി അതൊക്കെ ഒരു ടീമായിട്ട് ഒരു ദിവസത്തെ ഫുള്ള് കൺസെപ്റ്റ് വൈസ് ഷൂട്ടൊക്കെ ചെയ്തു. അങ്ങനെ ഫോട്ടോസിന് നല്ല റിവ്യൂസും കാര്യങ്ങളും കിട്ടി. എനിക്ക് തന്നെ എല്ലാവരും പറഞ്ഞു ഫോട്ടോഗ്രാഫി തന്നെ ചെയ്തു. അങ്ങനെ വെഡിങ് ഒക്കെ ചെയ്തു. വെഡിങ്ങും ബാക്കിയുള്ള ആഡ് ഷൂട്ടുകളും അങ്ങനെയല്ലേ. കണ്ണൂര് തന്നെയാണ്? കണ്ണൂര് തന്നെ, പുറത്തേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ചെയ്തു. പിന്നെ എൻ്റെ 2 ഫോട്ടോഗ്രാഫർ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ കൂടെ, അവരും നമ്മളെല്ലാവരും കൂടി അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഈ ഫീൽഡിലേക്ക് എത്തിയത്. തെയ്യം എന്ന് പറയുന്നത് നമ്മളിപ്പം വടക്കൻ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു കലാരൂപമാണ്. എന്നാൽ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ബാക്കിയുള്ളവർക്കും തെയ്യത്തിനെ കുറിച്ച് അറിയാത്ത കുറേ പേരുണ്ട്. ലൈക്ക് തെയ്യം എന്നുള്ളൊരു കലാരൂപം ഉണ്ടെന്ന് അറിയാം, പക്ഷെ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുള്ളവർക്ക് അശ്വന്തിന് തെയ്യത്തിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? എന്താണ് തെയ്യം? ഇപ്പം സിമ്പിളായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഒരു തെറ്റുണ്ട്. തെയ്യം എന്ന് പറയുന്നത് ഒരു കലാരൂപമല്ല. ഈ കഥകളി, ഓട്ടംതുള്ളലൊക്കെ പോലെയുള്ള ഒരു കലാരൂപമല്ല, ഒരു അനുഷ്ഠാനമാണ്. ആചാരാനുഷ്ഠാനം എന്ന് പറയും. അപ്പോൾ അത് ഇപ്പോഴത്തെ ഈ തെക്ക് ഭാഗത്തൊക്കെയുള്ള ആൾക്കാർക്കൊന്നും അത് അറിയത്തില്ല. അവർ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആയിട്ട് നടത്തിയിട്ടും അങ്ങനെ കുറെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള സംഘടനയെല്ലാം ഇപ്പോൾ അവിടെ രൂപീകരിച്ചു. തെയ്യം സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റേജിലൊന്നും കെട്ടാൻ പാടില്ല എന്നുള്ള നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തെയ്യം എന്ന് പറയുന്നത് ശരി സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ജന്മിത്ത കാലഘട്ടത്തിൽ പിന്നെ ഉണ്ടാക്കിയൊരു റിവെഞ്ച് എന്ന് പറയാം, സ്വീറ്റ് റിവെഞ്ച് വെച്ചാൽ ചതിച്ചവരെ കൊണ്ട് കൈതൊഴിപ്പിച്ച മുതല പ്രതികാരം എന്ന് പറയുന്നത്. ഇപ്പം താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് തെയ്യം കെട്ടുക. അപ്പോൾ മുതിർന്ന ജാതിയിലുള്ളവരും വന്നിട്ട് തെയ്യത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കും. ആ ഒരു സിസ്റ്റത്തിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പം അത് വളർന്ന് എല്ലാവർക്കും എന്നുവെച്ചാൽ ആ ഒരു ആചാരം അനുഷ്ഠാനം കൈവിടാണ്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ ഇപ്പം തെയ്യം സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നത്. കോഴിക്കോടൊക്കെ പിന്നെ തിറയായി സംഘടന, അത് അങ്ങനെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൈ പണ്ടത്തേതിൽ നിന്നും ഉപരിയായിട്ട് ക്ഷേത്രങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ദൈവത്തിനോടുള്ള ഇഷ്ടങ്ങളും എല്ലാം കൂടുതലായിട്ട് വരുന്ന ഒരു കാലഘട്ടം. അതാണ് തെയ്യം മൊത്തത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുഷ്ഠാനം. അപ്പോൾ തെയ്യം എന്ന് പറയുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സിന്റെ അതിനോടുള്ളൊരു കാഴ്ചപ്പാട്, പ്രതികരണം എങ്ങനെയായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നോ? സപ്പോർട്ടീവായ ആൾക്കാരും ഉണ്ട് ഫാമിലിയിൽ. പിന്നെ ഈ തെയ്യത്തിന് തന്നെ തെയ്യം കിട്ടുന്ന തന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. 2 ടൈപ്പിലുണ്ട്. അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഓക്കെ ആയിരുന്നു, വരുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. 6 മാസത്തെ ഗ്യാപ്പിൽ ചെയ്യുന്ന ജോബിൽ അത് തന്നെ ഇതുവരെ ഇന്ന ജോലി ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് പ്രഷർ ചെയ്തിട്ടില്ല. എന്താണ് ഇഷ്ടം ചെയ്താൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു വീട്ടുകാർക്കും. അപ്പോൾ ഞാനതിൽ ഹാപ്പിയാണ്. ഇപ്പം ഇങ്ങനൊരു പാരമ്പര്യത്തിൽ നിന്ന് ഇതുപോലെ ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആ ഒരു ചോയ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് അതെന്തിനാ ഞാൻ അങ്ങനെ എടുത്ത, റിഗ്രറ്റ് ചെയ്യോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസസോ കാര്യങ്ങളോ കൊണ്ട്? ഇല്ല, അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെതായ എത്തിക്സ് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
തെയ്യം ആ ഫീൽഡിലായി കഴിഞ്ഞാലും അതിൻ്റെ എത്തിക്സും കാര്യങ്ങളും ഞാൻ അവിടെയും കീപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതിൽ രണ്ടിലും വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷെ രണ്ട് ഫീൽഡും ഡിമാൻഡ് ചെയ്യുന്ന നമ്മുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻ അല്ലേ? നമ്മുടെ ഇപ്പം തെയ്യം ആ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്ത് തെയ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്തുള്ള അശ്വന്ത് ആയിരിക്കില്ല ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള അശ്വന്ത്. സോ ഇത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു അശ്വന്തിൻ്റെ തന്നെ ഒരു 2 വേർഷനാണ് ഈ 2 ഫീൽഡും ഡിമാൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു സ്വിച്ച് എങ്ങനെയാണ് അശ്വന്ത് ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് അത് ഈസി ആണോ, അല്ലെങ്കിൽ അതിൻ്റെതായുള്ള സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്ട്രഗിൾ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇവിടെയാണ് നിൽക്കാറ്. ബാക്കിയുള്ള മാസങ്ങളിൽ ഇവിടെ നിൽക്കും. എന്നിട്ട് ഈ ആദായ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് പിന്നെ രാവിലെ എണീച്ച് വൈകുന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് പിന്നെയും തെയ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്കിയുള്ള തെയ്യക്കാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്റ്റ് കിട്ടുന്ന മാസങ്ങളിൽ മറ്റേ കർക്കിടക തടവല് ഉഴിച്ചിൽ അങ്ങനെയൊക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്യുന്ന വെച്ചാൽ തെയ്യത്തിന് വേണ്ടി, തെയ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റാമിനയും സ്ട്രെങ്ത് എല്ലാം വേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ തിരിച്ച് അതിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അത് പറ്റില്ല. എന്നാലും ഈ പ്രായത്തിൽ സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി ഞാൻ നല്ലോണം സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തുടങ്ങുന്ന സമയം തെയ്യം കിട്ടുമ്പോൾ കഥപ്പും ക്ഷീണങ്ങളൊക്കെ തോന്നാറുണ്ട്. അത് ബാക്കിയുള്ള സമയം അത് മാറ്റാൻ വേണ്ടി ജിമ്മിനൊക്കെ ചേരണം എന്നൊരു ആഗ്രഹമുണ്ട്. നോക്കട്ടെ, വെച്ച് കഴിഞ്ഞാൽ നോക്കി ചെയ്യണം. കഴിഞ്ഞ വർഷമാണ് എനിക്കത് ശരിക്കും മനസ്സിലായത്. ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ് പോയ സമയത്ത് ഇവിടെ സോക്സ് ഒക്കെ ഇട്ട് കാലൊക്കെ ഭയങ്കര സോഫ്റ്റായി. പിന്നെ ഇവിടെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാല് വേദനയും അങ്ങനെ. ഈ തീയിലൂടെ പോകുന്ന ആ തെയ്യക്കോലം കെട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് നാട്ടിൽ കിട്ടുന്ന അവിടത്തെ പോലത്തെ ഭക്ഷണങ്ങളൊന്നും ഇവിടെ ഇല്ല ഉണ്ട്. അതിനുള്ള ടൈമും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം വർക്കായിരിക്കും. കഴിഞ്ഞ സീസണിലൊക്കെ ആ ഒരു സൂപ്പർ മോഡലിന്റെ ഫുൾ ഓട്ടായിരുന്നു. അപ്പൊ ഉറക്കവും എല്ലാം അതും തെയ്യത്തിലും ഉണ്ട്. പക്ഷെ എന്നാലും തെയ്യത്തിന്റെ അടുക്കുന്ന ഒരു ബാക്കിയുള്ള സമയം ഉണ്ടല്ലോ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് വർക്കൗട്ട് ചെയ്ത് ഓരോ തെയ്യം കഴിയും തോറും നമ്മൾ അടുത്ത തെയ്യം അടുപ്പിച്ച് വരുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ക്ഷീണമായിരിക്കും. പക്ഷെ കൂടുതൽ സ്റ്റാമിന ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേതിനായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. അപ്പൊ തെയ്യം കെട്ടുന്ന ആ ഒരു സമയത്ത് കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിരിക്കില്ല ലൈഫ്? കുറച്ചും കൂടെ ഇപ്പം അവിടെ കുറെ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഡിസിപ്ലിൻഡ് ആയിരിക്കില്ലേ ലൈഫ്? ആയിരിക്കും. ഒരുപാട് പഠിക്കാനും, ഒരുപാട് പറഞ്ഞാല് ശരിക്കും ഞാൻ സ്കൂളിൽ പോയി പഠിച്ചതിനെക്കാട്ടും കൂടുതൽ ഈ തെയ്യത്തിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. അങ്ങനെ ഉണ്ട്. ആദ്യമേ അറിയെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങൂലായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ ഈ കതിനൂറീരം എന്ന് പറയുന്നത് തന്നെ ഞാൻ പിന്നെ എൻ്റെ മാമന് വയ്യാത്തോണ്ട് പെട്ടെന്ന് കെട്ടിയതാണ്. അപ്പോഴാണ് മനസ്സിലായത് തെയ്യം എന്താണെന്ന്. ആ തെയ്യം കെട്ടിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഇത്ര കാലം കെട്ടിയതൊന്നും ഒരു ശരിക്കുള്ള തെയ്യമല്ല, ഇതാണ് ദൈവം, അല്ല ഇതാണ് തെയ്യെന്ന്. നല്ല കഷ്ടപ്പാടാ. അപ്പം ഓരോ തെയ്യം കെട്ടുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഇപ്പം പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഓരോ ദൈവങ്ങൾക്കും കാണാൻ പുറത്തുനിന്ന് കാണുന്നവർക്ക് എല്ലാം ഒരുപോലെ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലെ ചടങ്ങുകളും കർമ്മങ്ങളും എല്ലാം മാറ്റായിരിക്കും. പിന്നെ ഈ കെട്ടിയിട്ട് നിൽക്കണം കുറേ ടൈം, ഒരു 9-10 മണിക്കൂറോളം കെട്ടി നിൽക്കണം. അതന്നെയാണ് ഏറ്റവും പ്രയാസം. പിന്നെ ഉറക്കില്ല, ഉറങ്ങാനുള്ള സമയം ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പം ഏതൊക്കെ രീതിയിലാണ് അശ്വന്തിന് ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത്? ഒരുപാട് റിലാക്സ് ആയി. എന്താ വെച്ച് കഴിഞ്ഞാൽ തെയ്യത്തിന്റെ സമയത്ത് ആടെ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയി. പിന്നത്തെ ബാക്കിയുള്ള സമയം ഇങ്ങനെ നമുക്ക് അത് ഇഷ്ടപ്പെട്ടതാണ്. എന്നാലും ഒരു ഇഷ്ടപ്പെട്ടത് കൂട്ടുകാരുടെ കൂടെ എല്ലാം ചെയ്യുന്ന സമയത്ത് ഒന്ന് മൈൻഡ് റിലാക്സ് ആവും. എന്ന് വെച്ചാൽ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വേറെ ഒരു VM ആയിട്ട് വർക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ തെയ്യം കഴിഞ്ഞ് തിരിച്ച് ജോലിയിലേക്ക് കയറുന്ന സമയത്ത് തെയ്യം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ. എന്താ വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ആ ഒരു ഭയങ്കര പ്രഷറായിരുന്നു, വർക്ക് പ്രഷറായിരുന്നു. പിന്നെ ചെയ്യാൻ അങ്ങനെയാണ് നിർത്തിയത്. റിലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം ഭയങ്കര വർക്ക് പ്രഷർ ഉണ്ടാവുന്ന ഒരു സ്റ്റേജാണ്. ആ ഒരു ഇതാണ് റീറ്റെയിലായിരുന്നു. പിന്നെ ഇതിൽ വന്നപ്പോൾ ഞാൻ ഓക്കെയാണ്. അതാണ് ഞാൻ തിരിച്ച് വീണ്ടും വന്നത്. കഴിഞ്ഞ വർഷം പോയിട്ട് തിരിച്ച് വീണ്ടും, പക്ഷേ DFF മാറി ഇപ്പം NM സ്റ്റുഡിയോ ആയി. സ്റ്റുഡിയോയിലേക്ക് മനുച്ചേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ അതാണ് നേരെ വന്നത്.
അപ്പോൾ ഈ ഇത്ര ചെറുപ്പം മുതലേ തെയ്യം കെട്ടിക്കൊണ്ടിരിക്കുക, അപ്പം ഒരുപാട് തെയ്യക്കോലങ്ങൾ ഓൾറെഡി കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഏതെങ്കിലും ഇന്ന തെയ്യം കെട്ടണം അങ്ങനൊരു ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? മനസ്സിൽ ആഗ്രഹം ഉണ്ടായത് 3 തെയ്യം കെട്ടണം എന്നായിരുന്നു. അതിൽ 2 തെയ്യം ഈ കഴിഞ്ഞ വർഷം കെട്ടി. ഇനിയുള്ളൊരു ഒന്ന് കതിവന്നൂർ വീടും പിന്നെ കണ്ടനാറുകള് ഈ തീയിലൂടെ അപ്പോൾ 2 തെയ്യം കെട്ടി. പിന്നെ ഇനി ആഗ്രഹമുള്ള തെയ്യം എന്ന് പറഞ്ഞാൽ തോട്ടുങ്കര ഭഗവതി എന്ന് പറഞ്ഞൊരു ദൈവമാണ്. അത് കെട്ടണം. അതാണ് ചെറുപ്പം മുതലുള്ള ആഗ്രഹം. എന്തുകൊണ്ട് അങ്ങനെ ഒരു തെയ്യക്കോലം കെട്ടണം എന്നുള്ളൊരു ആഗ്രഹം എവിടുന്നാ വന്നത്? അത് ഒന്നാമത് തെയ്യത്തിന്റെ സ്വഭാവം, അതിന്റെ കാണാനുള്ള സൗന്ദര്യമൊക്കെ കണ്ട്, പിന്നെ കെട്ടിയവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കും അതൊന്ന് കെട്ടി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. തെയ്യത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞല്ലോ, എന്താ ഈ തെയ്യത്തിന്റെ സ്വഭാവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ തെയ്യത്തില് എല്ലാ ദൈവങ്ങളും എന്ന് പറയുന്നത് പിന്നെ ഈ മരിച്ചവരും, പിന്നെ അതുപോലെ യക്ഷൻ, ഗന്ധർവന്മാർ, ഇവരൊക്കെയാണ് ദൈവങ്ങളായിട്ട് കെട്ടിയടിക്കുന്നത്. അപ്പോൾ ഈ തോട്ടുങ്കര ഭഗവതി എന്ന് പറഞ്ഞത് ഒരു കഥ പറയാനാണ് കുറേ ഉണ്ട്. മരിച്ചൊരു യുവതിയാണ്. അത് ഇതേപോലെ പണ്ട് ജന്മിത്ത കാലഘട്ടത്തിൽ പിന്നെ മരിച്ചൊരു സ്ത്രീയാണ്. ആ സ്ത്രീ പിന്നെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദൈവരൂപമായിട്ട് വന്നിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതുപോലെ ഈ മൃഗങ്ങളും എല്ലാം ബേസ്ഡാണ്. ഈ പുലി ബേസ്ഡായ തെയ്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ നാഗം, പാമ്പ് ബേസ്ഡ്, അങ്ങനെ ഒരുപാട് തെയ്യങ്ങളുണ്ട്. അപ്പോൾ ഈ കതിവന്നൂർ എന്ന് പറയുന്ന ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അത് വെച്ചാൽ ഒരു വലിയൊരു ലവ് സ്റ്റോറി പോലെ ഒരു വലിയ കഥയാണ്. അപ്പോൾ നമ്മളെ സമുദായക്കാർ കെട്ടുന്നതിൽ ഏറ്റവും സൗന്ദര്യമുള്ള ദേവൻ, പുരുഷ സൗന്ദര്യമുള്ള ദേവൻ കതിവന്നൂർ ഈരനാണെന്ന് പറയും. എന്നുവെച്ചാൽ അതിനെ വർണ്ണിക്കുന്നതൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ്. അപ്പോൾ അതൊക്കെ അറിയുന്നവർക്കൊരു രോമാഞ്ചമായിരിക്കും. ചില തെയ്യങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ടും ചില തെയ്യങ്ങൾ ഭയങ്കര ശാന്തരായിട്ടും കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാ ഇതിൻ്റെ ആ ഒരു ഡിഫറൻസിയേഷൻ എങ്ങനെയാ വരുന്നത്? അത് പിന്നെ ഈ ദേവീ സങ്കല്പത്തിൽ രൗദ്രത്തിലെ ദൈവങ്ങളും ഉണ്ട്, പിന്നെ അതുപോലെ സാത്വികായ ദൈവങ്ങളുണ്ട്. അത് ഒന്നാമത് അവിടുത്തെ പൂജേൻ്റെതുപോലെ ഇരിക്കും ദൈവത്തിന്റെ സ്വഭാവം. പിന്നെ ഒരു ദൈവം തന്നെ പല ഭാവത്തിൽ പല ക്ഷേത്രങ്ങളിൽ കെട്ടിയടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അഗ്രസീവ് മൈൻഡുള്ള ദൈവമാണെങ്കിൽ ഈ കോലധാരി ആ ഒരു രൂപത്തിലേക്ക് മാറും. കഥയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഓരോ ദൈവങ്ങളും ആ കഥയായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇപ്പം 6 വയസ്സിൽ അശ്വന്ത് തെയ്യം കെട്ടിത്തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് അത് നമ്മുടെ ചോയ്സ് അല്ല. അതിപ്പോൾ നമ്മൾ ആ ഒരു കുലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ തെയ്യം കെട്ടി തുടങ്ങുന്നു എന്നുള്ളൊരു ആ ഒരു ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കുട്ടിക്ക് ഒരു ചോയ്സ് ഒന്നും അല്ലല്ലോ, അത് നമ്മൾ അങ്ങനെ കെട്ടി തുടങ്ങുകയാണ്. പക്ഷെ ഇന്നും ആ ഒരു കലാരൂപം നിലനിർത്തി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ അത് അശ്വന്തിൻ്റെ ചോയ്സാണ്. അശ്വന്തിൻ്റെ തീരുമാനമാണ് എനിക്കിത് കണ്ടിന്യൂ ചെയ്യണം. ലൈക്ക് ഇത് ഈ ഒരു എന്താ പറയണ്ടേ, തെയ്യം എന്ന ഈ ഒരു അനുഷ്ഠാനത്തിൽ പിടിച്ചു നിർത്തുന്ന ആ ഒരു ഫാക്ടർ. അത് ഈ തെയ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും മതിയാക്ക, ഈ വർഷം കൂടി കെട്ടിയിട്ട് നിർത്താം. അധിക തെയ്യക്കാരും പറയുന്ന നിർത്താം, വേറെ ഏതെങ്കിലും ജോലിക്ക് പോവാന്നൊക്കെ പറഞ്ഞ് പോയാലും ഈ തെയ്യ സീസൺ ആവുന്ന സമയത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയാം, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും പിന്നെ അതുപോലെ ഓരോ തെയ്യത്തിന്റെ ആ ഒരു ആംബിയൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോവും. അതെന്താണെന്നറിയില്ല. എന്താണ് ചെയ്തുകൊണ്ട് പോവാൻ അശ്വന്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഫാക്ടർ? ഈ ആദ്യം തെയ്യം കിട്ടിയ സമയത്ത് പിന്നെ നമ്മളങ്ങനെ ഈ തെയ്യ ഫാമിലിയിൽ പെട്ട കുട്ടികളുണ്ടെങ്കിൽ ആദ്യം തെയ്യം കെട്ടിക്കും. പിന്നെ ആ തെയ്യത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർ പ്രഷർ ചെയ്യുള്ളൂ. ഈ പ്രഷർ ചെയ്തിട്ടൊന്നും ഇന്നാരും തെയ്യം ചെയ്യുന്നില്ല. എന്നാലും പാരമ്പര്യമായിട്ട് വേറെ ആൾക്കാരില്ലെങ്കിൽ ഒബ്വിയസ്ലി വേറെ ഉള്ളവർ അതിലേക്ക് വരണം. ഇല്ലെങ്കിൽ അവർ പാരമ്പര്യത്തിൽ കഴിച്ച് തുടർന്ന് വന്നത് പോവും. ഇപ്പം എൻ്റെ മാമൻ നമുക്ക് അമ്മയുടെ പാരമ്പര്യത്തിലാണ് പോകുന്നത് തെയ്യം, മരുമക്കത്തായെന്ന് പറയും. അപ്പോൾ എൻ്റെ മാമൻ ഇപ്പം തെയ്യം കെട്ടി, ഞാൻ ചെറുപ്പം മുതൽ മാമൻ്റെ തെയ്യം കണ്ടു വളർന്നു. ഇപ്പോഴും ഞാൻ മാമൻ്റെ തെയ്യം കാണുന്നുണ്ട്. അപ്പോൾ മാമൻ്റെ ഇതിലാണ് ഞാൻ തെയ്യം കെട്ടി തുടങ്ങിയതും ഇപ്പോൾ തെയ്യം കെട്ടുന്നതും. അപ്പോൾ ഈ തെയ്യത്തിലേക്ക് പിടിച്ചു നിർത്തുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ശരിക്കും അറിയില്ല.
ഒരു ഇമോഷണലി ഒരു ആത്മബന്ധവും ഉണ്ട്. അതുപോലെ ഈ തെയ്യം കെട്ടൊന്നും പോകുന്നിടത്ത് അവരെ സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ പല ക്ഷേത്രങ്ങളിലും ഭയങ്കര സ്നേഹത്തോടെ ആയിരിക്കും, അല്ലാണ്ട് ബാക്കിയുള്ളതൊരു ജോബ് ചെയ്യുന്ന പോലെയൊന്നും അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രക്കാർക്കും ആ നാട്ടുകാർക്കും വേണ്ടി നമ്മളൊരു ദൈവിക രൂപത്തിലേക്ക് മാറുന്ന പരിവേഷപ്പെടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു പോയാലും ഇപ്പോൾ കോലം മുഖാന്തരമായി കഴിഞ്ഞാലും അങ്ങനെയൊക്കെയുള്ളൊരു എന്താ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആചാരം അവർ പിടിച്ചു വെക്കുന്നതുകൊണ്ട് നമ്മളായിട്ട് ആചാരത്തെ നശിപ്പിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അതാണ് ഞാൻ അന്ന് ചെയ്തിട്ടുള്ളൂ. ഞാൻ കെട്ടുന്ന ഓരോ തെയ്യം ആൾക്കാർ എണ്ണം നോക്കിയിട്ടോ അല്ലെ പൈസ നോക്കിയിട്ടോ ഒന്നും ഞാൻ കെട്ടിയിട്ടില്ല. ഞാൻ കെട്ടുന്ന തെയ്യം എന്നെ കൊണ്ട് എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റും, പെർഫെക്റ്റ് ആക്കാൻ പറ്റും, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ നല്ല ആൾക്കാർ അറിയാൻ തുടങ്ങിയത് ഈ തെയ്യം കെട്ടിയതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ തെയ്യത്തിൽ നിന്ന് മാറി നിന്നാലും ബാക്കിയുള്ളവർ പറയും, ഇങ്ങനെ 2-3 ആൾക്കാർ, ചുരുങ്ങിയത് ഒരു 10 ആൾക്കാർ പറയും നിൻ്റെ തെയ്യം കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ പറയുന്ന സമയത്ത് എന്തോ തെയ്യം കെട്ടാൻ വീണ്ടും ഇതിലേക്ക് ഇൻസ്പയർ ആയിട്ട് പോവും. കുറേ വട്ടം അടുത്തിട്ട് മാറി നിന്നിട്ടുണ്ട്, വയ്യാണ്ടൊക്കെ ആയിട്ട്, പിന്നെ മെൻ്റലി, പിന്നെ ഹെൽത്ത് പരമായിട്ട് ഇഷ്യൂ വന്നായിരുന്നു ഞാൻ മാറി നിന്നിട്ടില്ല. പക്ഷെ മെൻ്റലി ഓരോന്നുണ്ടാകുന്ന സമയത്ത് മാറി നിന്നിട്ടുണ്ട്. എന്നാലും തിരിച്ച് സ്നേഹിക്കുന്നവരുള്ളത് കൊണ്ട് തിരിച്ചതിലേക്ക് പോകും. പിന്നെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗവും ഈ തെയ്യമാണ്. അപ്പോൾ എൻ്റെ കൂടെ വരുന്നവരുമുണ്ട്, ഞാൻ പോയിട്ട് സഹായിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളൊരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ തെയ്യം നടക്കും എന്തായാലും. അല്ല, നമ്മൾ മാറുന്നതിനെ കൊണ്ട് വേറൊരു കാര്യമില്ല, തെയ്യം നടക്കേണ്ടത് എന്തായാലും അവിടെ നടക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് പിന്നെ തെയ്യത്തിൽ നിന്ന് മാറിക്കാൻ തോന്നിയിട്ടില്ല. പിന്നെ റീസെൻ്റ്ലി ആയിട്ട് അങ്ങ് തെയ്യത്തിൻ്റെ കൂടെ അങ്ങ് പോയി. കൊറോണ വന്ന സമയത്ത് പിന്നെ തെയ്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു 2 വർഷത്തെ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു പിന്നെ തെയ്യമൊന്നും അധികമായിട്ട് ഉണ്ടാവില്ല, കുറവായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കൊറോണയ്ക്ക് ശേഷമാണ് തെയ്യം കെട്ടിയാടിക്കാനുള്ള ക്ഷേത്രക്കാർക്കായാലും ബാക്കിയുള്ളവർക്കായാലും ഇങ്ങനെ ഉണ്ടായത്. ഇപ്പം എല്ലാവരും പറയും കുറേ കഴിയുമ്പം കുറേ ആൾ തന്നെ ഉപദേശിക്കും തെയ്യം കൊണ്ടൊന്നും എവിടെ എത്താൻ പോകുന്നില്ല. നമ്മളെ ഫാമിലിയിലില്ലവർ ഇതിനെക്കുറിച്ച് അറിയുന്നവർ എത്താൻ പോകുന്നില്ല. അവർ പറയുന്നത് ശരിയായിരിക്കും. അവർ തെയ്യം കൊണ്ട് നല്ലോണം ഉണ്ടാക്കിയവരുമുണ്ട്, സമ്പാദിച്ചവരുമുണ്ട്, സമ്പാദിക്കാണ്ട്, അതെല്ലാ ഫീൽഡിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അവർ പറയുന്ന സമയത്ത് നമ്മളത് കേൾക്കും. എന്നാലും ആ തെയ്യത്തിനോടൊരു ഇഷ്ടം കൊണ്ട് മാറി നിന്നിട്ടില്ല. ഇനിയും തെയ്യം തുടർന്ന് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പോൾ ഓൺലൈൻ മീഡിയാസിലവർ മൊബൈൽ ഫോണും ചെറിയ DSLR ക്യാമറകളെല്ലാം വെച്ചെടുക്കുന്നുണ്ട്. അവരെ ഔട്ട് ചെറിയൊരു എഡിറ്റിങ്ങിലൂടെ തന്നെ അവർ പെട്ടെന്നത് അതിൽ സെലിബ്രിറ്റീസ് അങ്ങനെയുള്ളവർക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുന്നവരെ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവരെടുത്ത് ഔട്ട് അപ്പൊ തന്നെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് റിലീസ് ചെയ്യുന്നു. ഞങ്ങളെപ്പോലെ ഉള്ളവർ വെച്ച് കഴിഞ്ഞാൽ ഔട്ടൊക്കെല്ല ഷോ കണ്ടന്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ടീം ഫുള്ള് നല്ല എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് 3-4 ആൾക്കാർ ഒപ്പരം നിന്ന് വർക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട് പോയിട്ട് അത് ഡ്രൈവ് ചെയ്ത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഔട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതിനു മുമ്പേ ഈ മൊബൈൽ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള മീഡിയാസിൻ്റെ ഔട്ട് പോകുന്ന സമയത്താണ് വല്ലാത്ത വിഷമം തോന്നുന്നത്. എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇറക്കാനുള്ള ഒരു ഇൻട്രസ്റ്റേ പോവും. പിന്നെ കൊടുക്കണ്ടേന്ന് വെച്ചിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അത് തോന്നിയിട്ടുണ്ട്, പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഫാഷൻ ഷോ എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ എന്ത് റാപ്പ് സോങ്, ഈ സോങ്ങിന്റെ ഒക്കെ കുറെ ഷോസ് കാര്യങ്ങളില്ലേ കോളേജിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഷോയിലും ഉണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അവര് കൂടുതലും ഇപ്പം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിക്കാതെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പം മൊബൈൽ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പിന്നെ ഓൺലൈൻ മീഡിയാസിനും ഈ ഒരു വർക്ക് കൂടുതലായിട്ട് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട് എന്തായാലും. പിന്നെ ഈ ഷോ നടത്തുന്ന ഡയറക്ടർമാർ എന്തായാലും ഒരു മീഡിയ ടീമിനെ സെറ്റ് ചെയ്യല്ലോ. അതിലുപരി അതിൽ വരുന്ന ഓരോ പേഴ്സൺ, അതായത് സെലിബ്രിറ്റീസ് അല്ല, അവരെ ഭാഗത്തു നിന്നുള്ള ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സുമാരും ഉണ്ടാവും. പിന്നെ ഇതേപോലെ വരുന്ന ഓൺലൈൻ മീഡിയക്കാരും ഇവരെല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ അവരെ ആ ഷോ നടത്തുന്നവരെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ബുദ്ധിമുട്ടെന്നല്ല, ഇവരെ പോലെ ഇവരൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒരു ഔട്ട് കൊടുക്കാൻ പറ്റാണ്ട് നിന്നിട്ടുണ്ട്. അതന്നെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. അതിപ്പം മനസ്സിലാക്കുന്ന ഫോട്ടോഗ്രാഫർമാർ ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇത്രയും വലിയ പൈസ കൊടുത്ത് വാങ്ങിയ
ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു ഉപകാരമില്ല എന്ന് തോന്നിയിട്ടൊക്കെ ഉണ്ട് ഓരോ ഷോ കഴിയുന്ന സമയത്തൊക്കെ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചവരെന്നെ വിളിക്കും, അവർ വീഡിയോ ഇറക്കിയല്ലോ പിന്നെ നിങ്ങൾക്ക് എന്ത് ഇറക്കാൻ ഇത്ര സമയം, അങ്ങനെ ചോദിക്കും. എന്ന് വെച്ചാൽ നമ്മളെ വലിയ ഫയലായിരിക്കും കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പുറത്തു കൊടുത്തിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്നുവെച്ചാൽ ഈ വർക്ക് ക്യാപ്ചർ ചെയ്യുന്നവര് പിന്നെ റാൻഡായിട്ട് എക്സ്പോസ് ചെയ്യുന്നതായിരിക്കും. വേറെ ടീമായിരിക്കും വർക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഷോ കഴിഞ്ഞാൽ അടുത്ത ഷോക്ക് പോകാനുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഷോ ഇല്ല സമയത്താണ് പോകേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എഡിറ്റിങ്ങും കോപ്പിയും കാര്യങ്ങളൊന്നും നടക്കില്ല. അതിപ്പം ബാക്കിയുള്ള ടീമാ ചെയ്യാം. എന്നാലും പരമാവധി വേഗത്തിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അശ്വന്തിന് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അശ്വന്തിനെ ഇൻസ്പയർ ചെയ്യുന്ന കുറച്ച് വ്യക്തിത്വങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അങ്ങനെ അശ്വന്തിനെ ഇൻസ്പയർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആരൊക്കെയാ? ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഈയിടെ നമ്മൾ വിട്ടുപോയ രാധാകൃഷ്ണൻ സാറ്. രാധാകൃഷ്ണൻ സാറിനെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ രജി ഭാസ്കർ സാറ്, സേനി സാറ്, അവരൊക്കെ വർക്ക് കണ്ടിട്ട് ചെറിയ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ട്. അവരെ പോലെ അല്ലെ ചെയ്യണം, അല്ലെ ആ ഒരു നിലയിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഫാഷൻ ഇൻഡസ്ട്രിയിലുള്ള ഈ ഒരു തുടക്കം DFFലെ സൂപ്പർ ജൂനിയർ വഴിയാണെന്ന് പറഞ്ഞല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യം പറഞ്ഞില്ലേ മാനുക്ക വഴിയാണ് DFFലേക്ക് വന്നത്. വന്ന സമയത്ത് ആ ഒരു ടീം അടിപൊളിയായിരുന്നു. DFF ആ സൂപ്പർ മോഡൽ ഓഡീഷന് പോകുന്ന സമയത്തും പിന്നെ ബാക്കി ഡാലു സാറ് കൂടെ വർക്കിന് പോകുന്ന സമയത്തും ഒക്കെ അടിപൊളിയായിരുന്നു. ഡാലു സാറ് തന്നെയാണ് ഈ ഫാഷൻ കുറേ ആളെ പരിചയപ്പെടുത്തി തന്നതും പിന്നെ ഈ ഓരോ ഷൂട്ടിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പഠിപ്പിച്ചൊക്കെ ഡാലു സാറാണ്. പിന്നെ ആ കൂട്ടത്തിലുണ്ടായ ടീമും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെയാണ് ഇതിൽ തന്നെ തുടരാമെന്ന് വിചാരിച്ചത്. എന്നതിപ്പം DFF നിന്ന് മാറി NM സ്റ്റുഡിയോയിലേക്ക് പിന്നെ അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ അശ്വന്തിൻ്റെ ലാസ്റ്റ് നടന്ന ഒരു ഇവന്റ് എന്തായിരുന്നു? ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് നടന്ന ലുലു ബ്യൂട്ടി ഫെസ്റ്റിൽ ബേബി ത്രൂ വഴി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാൺ സിൽക്സിന്റെ ഷോ ബേബി ത്രൂ വഴി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ലാസ്റ്റ് ചെയ്തത്. പിന്നെ ആ ഒരു 6 മാസത്തെ തെയ്യത്തിന്റെ ഗ്യാപ്പായിരുന്നു. പിന്നെ ഇപ്പൊ ഒരു 2 വീക്കേ ആയിട്ടുള്ളൂ തിരിച്ച് കൊച്ചിയിലേക്ക് വന്നിട്ട്. അപ്പൊ തെയ്യത്തിന്റെ ഇപ്പൊ ഒരു 6 മാസം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഏതാണ് ആ ഒരു 6 മാസം എന്ന് പറയുന്നത്? ഏതൊരു കാലയളവാ? സെപ്റ്റംബർ മുതൽ സ്റ്റാർട്ടിങ് ആണ്. ഈ സെപ്റ്റംബറിലും ഒക്ടോബറിലൊക്കെ തെയ്യങ്ങളെ അങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവില്ല. ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ടൈമിലാണ് കണ്ടിന്യൂസ് ആയിട്ട് തെയ്യമുള്ളത്. പിന്നെ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ഏകദേശം കുറയും. പിന്നെ ജൂണിലാണ് ലാസ്റ്റ്. ജൂൺ 8-നാണ് ഇപ്രാവശ്യം അവസാനമായിട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ജൂൺ 2nd വീക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ആ ഒരു ടൈമാണ് തെയ്യത്തിൻ്റെ സമയം. അതിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ 3 മാസം കണ്ടിന്യൂസ് ആയിരിക്കും. വീട്ടിൽ പോലും പോകാൻ സമയം ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ഒരു ക്ഷേത്രം കഴിഞ്ഞ് അടുത്ത ക്ഷേത്രം ഇങ്ങനെയായിരിക്കും. അശ്വന്ത് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോട്ടോഷൂട്ട്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഇനീഷ്യലി ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോട്ടോഷൂട്ട്സും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മോഡൽസിന്റെ ഇപ്പോൾ പ്രൊഫഷണൽ മോഡൽസിന്റെ ഫോട്ടോഷൂട്ട്സ് ചെയ്യുകയാണ്. സോ എന്താണ് അതിലൊരു വലിയ ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ടൈം ആ കൊറോണ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആണ് ഷൂട്ടൊക്കെ എടുത്തത്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വെച്ച് പിന്നെ ജസ്റ്റ് ഓരോ നമ്മളെ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി പോസ്റ്റൊക്കെ കണ്ട് ഫ്രെയിമൊക്കെ സെറ്റാക്കി അങ്ങനെയൊക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടത്തേക്ക് വന്ന സമയത്ത് പ്രൊഫഷണൽ മോഡൽസിൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയത്താണ് ശരിക്കും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായത്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും മോഡൽസും നല്ല പറയുന്നത്, പക്ഷേ ഇൻഫ്ലുവൻസേഴ്സും മോഡൽസും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര ഒരു മാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ മോഡൽ എന്ന് പറയുന്നത് അവരായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഷൂട്ട് എന്താണോ പിന്നെ അവർ നമ്മളായിട്ട് പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്തുള്ള ഒരു കെമിസ്ട്രി ആ ഒരു സമയത്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ഇതിനു മുമ്പേ എടുത്ത ഇൻഫ്ലുവൻസേഴ്സ് അധികം ആൾക്കാരും ഇപ്പം മോഡലിൽ നിന്ന് പുറത്ത് നടക്കുന്നവരുണ്ട്, അതിൽ മോഡലിംഗ് ചെയ്യുന്നവരും ഉണ്ട്. 2 കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത്. എന്താണ് ശരിക്കും മോഡലിംഗ് ഷൂട്ട് അല്ലെ ഒരു മോഡലിംഗ് ഫോട്ടോഷൂട്ട്, മോഡലിംഗ് എന്താണെന്ന് ഈ ഒരു എറണാകുളത്തേക്ക് വന്ന് ഈ പിന്നെ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അതുവരെ ഇതിനെക്കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. ഈ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ്
ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഷൂട്ടൊക്കെ ചെയ്ത് പിന്നെ കൊച്ചിയിലേക്ക് വന്നപ്പോൾ പ്രൊഫഷണൽ മോഡൽസ് ആയിട്ടും വർക്ക് ചെയ്തു. അപ്പോൾ ഇത് രണ്ടിൻ്റെ അന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു സമയത്ത് ആഫ്റ്റർ കൊറോണ സമയത്ത് എല്ലാവരും ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, പിന്നെ പ്രൊഫഷണൽ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗ് ചെയ്യുന്നു. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്താണ് ഈ മോഡലിംഗ്, എന്താണ് ഈ പരിപാടി എന്നുള്ളതൊക്കെ. ആദ്യം വിചാരിച്ചു ജസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോഡലായി, അങ്ങനെ അവർ ടാഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ മെസ്സേജും വന്നിട്ടുണ്ട്, ഞാൻ ഇന്ന മോഡലാണ്, അപ്പോൾ പെയ്ഡ് കൊളാബറേഷന് താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു ടൈം ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൊച്ചിയിലേക്ക് വന്ന സമയത്ത് ശരിക്കുള്ള പ്രൊഫഷണൽ മോഡലായിട്ട് വർക്ക് ചെയ്ത സമയത്താണ് മനസ്സിലായത് എന്താണ് ഈ പ്രൊഫഷണൽ മോഡൽ എന്നുള്ള കാര്യങ്ങൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ അവർ മോഡലായിട്ട് ഫ്രെയിമിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട പണി അവർ കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഫ്രെയിം ആയാലും ബാക്കിയുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളിലായാലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഷട്ടർ അടിയുന്ന സമയത്ത് അവർ പോസ് ട്വിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ മുന്നേ ഒരുപാട് എനർജി യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം മോഡൽസ് അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഇല്ലേ. അപ്പോൾ അവരായിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് നമ്മളെ ഫോട്ടോഗ്രാഫർമാരും പിന്നെ പോസ് പറഞ്ഞു കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അതിൽ നിന്ന് മാറി ഒരു നോർമലായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഷൂട്ട് അല്ല പ്രൊഫഷണൽ മോഡലിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത സമയത്താണ് ശരിക്കും എന്താണ് ഇതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത്. അപ്പോൾ ഇപ്പം പ്രൊഫഷണൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് പിന്നെ അവരെ ബോഡിയും ലാംഗ്വേജുകളൊക്കെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഈ ഫോളോവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ കുറച്ച് റീച്ച് കിട്ടുന്നത് കൊണ്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അവരും ടാഗിൽ കൊടുത്തേക്കുന്നത് പ്രൊഫഷണൽ മോഡൽ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് മാറിയത്. ആ ഒരു കൺഫ്യൂഷൻ ഇന്നും ബാക്കിയുള്ള കുറേ ആൾക്കാർക്ക് ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ആണ് ശരിക്കുള്ള മോഡൽസ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം. അവർക്ക് ഈ പ്രൊഫഷണൽ മോഡൽസിനൊന്നും അറിയില്ല. അപ്പൊ ഇത്രയും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആചാരാനുഷ്ഠാനത്തിൽ നിന്നും ഇത്രയും എന്താ പറയണ്ടേ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ്. ഒരുപാട് ഡിറ്റർമിനേഷനും പാഷനും ഒക്കെ ഉള്ള ഒരാൾക്കാണ് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിലനിന്ന് പോകാനും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിലും ഇത്രയും ഇൻസൈറ്റ്സ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.